കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യ കേസിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന ആരോപണവുമായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി രംഗത്ത്. ഭരണപക്ഷ സ്വാധീനത്തിൽ കേസ് അട്ടിമറിക്കുകയാണെന്നും സാബുവിന്റെ മരണത്തിന് കാരണക്കാരായ റൂറൽ സൊസൈറ്റി ജീവനക്കാരെ ജോലിയിൽ തിരിച്ചെടുത്തത് ഇതിന് തെളിവാണെന്നും മേരിക്കുട്ടി ആരോപിച്ചു. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം മടക്കി കിട്ടാതെ വന്നതോടെയാണ് കഴിഞ്ഞ ഡിസംബർ 20-ന് സാബു തോമസ് ആത്മഹത്യ ചെയ്തത്. ഭാര്യ മേരിക്കുട്ടിയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും അപമാനിച്ച് ഇറക്കിവിട്ടെന്ന് വ്യക്തമാക്കിയുള്ള ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരുന്നു. തുടർന്ന് 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവരെ തിരിച്ചെടുത്തു. എല്ലാ ഉത്തരവാദികൾ ഈ സൊസൈറ്റിക്കാരാണ്. അവരെ അത് ജനങ്ങൾ അറിയണം, ജനങ്ങൾ ഇത് അറിയണം. പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്, പ്രതികരിക്കേണ്ടത് തന്നെ ആവശ്യമാണ്. വെറുതെ വിടരുത് ഇവരെ. എന്തു വന്നാലും വേണ്ടിയല്ല. കാരണം ഞങ്ങളുടെ ജീവിതത്തിലൂടെ എന്റെ ജീവിത പങ്കാളി പോയി. കാരണം അതുപോലെ വിഷമത്തിലാണ് ഞാൻ കഴിയുന്നത്. കാരണം ഞങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റിയിട്ടില്ലെന്നേ. 9 വർഷമായിട്ട് അമ്മച്ചി കിടന്ന കിടപ്പിലാണ്. ഞങ്ങളൊരു യാത്ര പോയിട്ട് 9 വർഷമായി. 4 പേരും കൂടെ ഒന്നും യാത്ര ചെയ്തിട്ടില്ല. ഞങ്ങൾ 4 പേരും കൂടെ ജീവിതം ആസ്വദിച്ചിട്ടില്ല. അതിന് മുമ്പ് തെളിവുകൾ ഹാജരാക്കിയിട്ടും കട്ടപ്പനയിലെ CPM നേതാവിനെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും മേരിക്കുട്ടി ആരോപിച്ചു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പീഡിപ്പിക്കുന്ന ഓഡിയോകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, കൃത്യമായ തെളിവുകളുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നു? ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ സമ്മതിക്കുകയല്ല. കാരണം എന്റെ മക്കളും കുറ്റപത്രം കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതവസ്ഥയിലോട്ടാവും അറിയത്തില്ല. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ വീണ്ടും പോലീസിനെ തന്നെ സമീപിക്കാനായിരുന്നു മറുപടി. ഈ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.